ഹായ് ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിൻ്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രകാശനെ കയറി കാണുക കല്യാണിയും കാർത്തികയും അതുപോലെ നമ്മുടെ കാദംബരിയും കൂടി ചേർന്ന്. പുള്ളിക്കാരൻ്റെ അവസ്ഥ കണ്ടതും നമ്മുടെ കല്യാണിക്ക് നല്ല വിഷമമായി. കല്യാണിയാണെങ്കിലോ കരഞ്ഞുകൊണ്ട് നിൽക്കുക. ഈ സമയത്ത് പ്രകാശൻ പതുക്കെ കണ്ണുകളൊക്കെ തുറന്നു. തൻ്റെ മക്കൾ വന്ന സന്തോഷത്തിൽ പ്രകാശൻ മക്കളുടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുക. മോളെ കല്യാണി, അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചത് മോളാണല്ലേ? അങ്ങനെ ഇതൊക്കെ പറയുന്ന സമയത്തും പ്രകാശനാണെങ്കിൽ ചുമച്ചോണ്ടിരിക്കുക. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ഇപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ അധികം സംസാരിക്കരുതെന്നാ. അതുകൊണ്ട് തന്നെ അച്ഛൻ ഇനി സംസാരിക്കണ്ട കേട്ടോ. വയ്യാത്ത അവസ്ഥയിൽ ഇതൊന്നും പറയാൻ നിൽക്കണ്ട മോളെ. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ഇത്തവണത്തെ ഓണം എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഇരുന്ന് കൂടാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കല്യാണിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്നിട്ട് പ്രകാശിനോട് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ 3 പേരും അച്ഛൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. പക്ഷേ കാർത്തികയും കാദംബരിയും ആണെങ്കിൽ പ്രകാശം പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അംഗീകരിക്കാൻ പറ്റാണ്ട് നിൽക്കുക. എന്തായാലും ഇവർക്ക് നല്ലതുപോലെ പ്രകാശനെ കുറിച്ച് അറിയാം. ഏത് സമയത്താണ് പ്രകാശൻ എന്ന് പറയുന്ന ആള് പുള്ളിക്കാരൻ്റെ ആ ഒരു തനി സ്വഭാവം പുറത്തെടുക്കുക എന്നുള്ളത്. അങ്ങനെ ഇവരൊക്കെ കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. തൻ്റെ 3 മക്കളുടെയും കൈകൾ ചേർത്ത് പിടിച്ച് പ്രകാശൻ നെഞ്ചത്തേക്ക് വയ്ക്കുക. എൻ്റെ മക്കളെ, നിങ്ങൾ വന്നല്ലോ അച്ഛനെ കാണാനായിട്ട്. അച്ഛനെ ആശുപത്രിയിൽ എത്തിച്ചല്ലോ. ഞാൻ ഒരുത്തനെ ഒരുപാട് സ്നേഹിച്ച് വളർത്തിയതാ. എന്നിട്ട് അവനാണെങ്കിൽ എന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു. വയസ്സാം കാലത്ത് അവൻ എന്നെ നോക്കാനുണ്ടാവില്ല എന്ന് ഞാൻ അവനെ ജയിലിൽ പോയി ചെന്ന് കണ്ട സമയത്ത് അവൻ എന്നോട് പറഞ്ഞതാ. എന്തായാലും എനിക്ക് എൻ്റെ പെൺമക്കളുണ്ടല്ലോ. എൻ്റെ മക്കളെ ഇനി സ്നേഹിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ അച്ഛൻ ആഗ്രഹിക്കുന്നതെന്നൊക്കെ പ്രകാശൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിനിടയിൽ പ്രകാശൻ്റെ വയ്യായികയും കൂടിക്കൂടി വരിക. അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരീനയാണ് കേട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇനി എന്ത് ചെയ്യും? തൻ്റെ കുഞ്ഞിനെയും അമ്മയെയും എവിടെ ഒന്ന് സേഫ് ആക്കിയിട്ട് താൻ പോവും എന്നുള്ള ആ ഒരു ചിന്ത. ഇനി പോകുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കയിലേക്കല്ലല്ലോ, സെൻട്രൽ ജയിലിലേക്ക് പോകാനുള്ള കാര്യങ്ങളാണല്ലോ നമ്മുടെ സരിയു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളാണെങ്കിൽ ആ ഒരു സങ്കടത്തിൽ ഇങ്ങനെ നടന്നു വരുമ്പം ദീപയല്ല രൂപയെ കാണുക. അപ്പം രൂപ ആൻറ്റിയെ കണ്ടതും സരിയു ഓടിച്ചെന്നു, ആൻറ്റി നീയായിരുന്നോ? നീ ഇതെവിടെ പോയിട്ട് വരികയെന്ന് രൂപ ചോദിക്കുക. അതെ ആൻറ്റി, ഞാനിപ്പം എൻ്റെ അമ്മയെയും കുഞ്ഞിനെയും ഒക്കെ ആക്കാൻ പറ്റിയ ഒരു ഷെൽട്ടർ തപ്പി നടക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. എന്തായാലും എൻ്റെ കുഞ്ഞിനെ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ദിവസത്തേക്ക് ഇവിടെ ആക്കിയിട്ട് പോയാലോ എന്ന് ആലോചിക്കുക. എൻ്റെ സരയു സ്വന്തം കുഞ്ഞിനെ, അതും പൊടി കുഞ്ഞിനെ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകാനായിട്ട് നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് രൂപ പറഞ്ഞതും നമ്മുടെ സരയു ആണെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ അതാണ് ആൻറ്റി. മനുവേട്ടൻ പറഞ്ഞു അമേരിക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ മടങ്ങി വരുള്ളൂ എന്ന്. കുഞ്ഞു പെട്ടെന്ന് ഇവിടുത്തെ കാലാവസ്ഥയിൽ നിന്ന് ചേഞ്ചായി അവിടുത്തെ ആ ഒരു ക്ലൈമറ്റിലേക്ക് മാറിക്കഴിഞ്ഞാൽ കുഞ്ഞിനെന്തേലും വയ്യായിക വന്നാലോ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചതെന്ന്. സംഭവമൊക്കെ ശരി തന്നെയാ. അതിന് നിന്റെ മനുവേട്ടൻ നിന്നെ അമേരിക്കയിൽ കൊണ്ടുപോയാലല്ലേ എന്ന് രൂപ ചോദിക്കുക. ഇത് കേട്ടപ്പോൾ തന്നെ ഇവർക്ക് എല്ലാ സത്യങ്ങളും അറിയാമെന്ന് നമ്മുടെ സരിയും മനസ്സിലാക്കുക. ഇനി ആൻറ്റിയോട് നിന്ന് തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആൻറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിൽക്കുക. അത് മാത്രമേ ഇനി തനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ആൻറ്റിയെ കണ്ടത് നന്നായി. ആൻറ്റി കുറച്ച് ദിവസത്തേക്കെങ്കിലും എൻ്റെ അമ്മയും കുഞ്ഞിനെയും ആൻറ്റിയുടെ അടുത്ത് നിർത്താൻ പറ്റുമോ? എനിക്ക് വിശ്വസിച്ചാക്കിയിട്ട് പോകാനായിട്ട് മറ്റു സ്ഥലങ്ങളില്ലാത്തത് കൊണ്ടാണെന്ന് സരയു പറഞ്ഞതും, പിന്നെ എന്നിട്ട് വേണം നിന്റെ അമ്മ എന്നെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. എൻ്റെ പൊന്നു മോളെ, ഞാനും എൻ്റെ ഭർത്താവും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുക. ഇതൊക്കെ ചെയ്തു കൂട്ടിയ ഒരുത്തനുണ്ടല്ലോ നിൻ്റെയൊക്കെ അച്ഛൻ. എടി, നിൻ്റെ അച്ഛൻ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ എൻ്റെ സ്വത്തിൻ്റെ പാതി അത് ഞാൻ നിൻ്റെ പേരിൽ എഴുതി വെച്ചേനെ. എന്നിട്ടിപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ പോയത്. അയാൾക്ക് അടപടലെ വിഴുങ്ങണം. എന്തായാലും ആ ഒരു കാര്യം അയാളുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പം അതാ ജയിലിൽ പോയി കിടന്ന് ഉണ്ട തിന്നുന്നത്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുക. പിന്നീടാണെങ്കിലും ആശുപത്രിയിൽ പോയി മടങ്ങി വരുന്ന നമ്മുടെ കല്യാണിയും കാദംബരിയും അതുപോലെ കാർത്തിയൊക്കെ കൂടെ ദീപയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പം ദീപ പറയുന്നുണ്ട്, മക്കളെ, ആശുപത്രിയിലെ വിവരങ്ങളൊക്കെ എന്തുണ്ട്? അമ്മ, അച്ഛൻ്റെ അവസ്ഥ വളരെ ദയനീയോ. അച്ഛൻ ഞങ്ങൾ 3 പെൺമക്കളെയും ചേർത്ത് പിടിച്ചു. അതൊക്കെ അയാളുടെ നമ്പർ ആയിരിക്കുമെന്ന് ദീപ പറയുന്നത്. എൻ്റെ അമ്മ, അതൊന്നും അച്ഛൻ്റെ അടവൊന്നുമല്ല. അച്ഛൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ്
ഞങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയതെന്ന് കല്യാണി പറഞ്ഞതും എൻ്റെ മോളെ കല്യാണി, ഇത്രയും നാളായിട്ടും നീ എന്തുകൊണ്ട് ഇതൊക്കെ മനസ്സിലാക്കാത്തത്? അയാളെ പഠിച്ച കള്ളന, അയാളുടെ മകൻ പരോളിൽ ഇറങ്ങുമല്ലോ. ദേ അവനെ പ്രസവിച്ച അമ്മയെ ഞാൻ അവനെ തള്ളിക്കളഞ്ഞില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അച്ഛനെ തള്ളിക്കളയാൻ പറ്റാത്തത്? അത് ഞങ്ങൾ ഇവളോട് പറഞ്ഞതാ അമ്മേ, എന്തിനാ ആവശ്യമില്ലാണ്ട് ആ പുള്ളിക്കാരനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതെന്ന്. എത്ര പറഞ്ഞാലും ഈ കല്യാണിയുടെ തലമണ്ടയിൽ കയറില്ലല്ലോ. ഇനി എന്തൊക്കെ ചതി ഒളിപ്പിച്ചിട്ടായിരിക്കും അവൻ പരോളിൽ ഇറങ്ങി വരുന്നതെന്ന് തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ എന്ന് നമ്മുടെ ദീപ പറയുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുക. ആ ഒരു സമയത്താണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ജയിലിൽ നമ്മുടെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് മനോഹർ എത്തുന്നതാ. അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ രാഹുലിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, അതെ തൻ്റെ മകളിപ്പം ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്നാണ് തോന്നുന്നത്. എല്ലാ കാര്യങ്ങളും ഞാനും അറിഞ്ഞായിരുന്നു. എൻ്റെ ഭാര്യ ഇവിടെ വന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അവരാണ് അവൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവളുടെ മുന്നിൽ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളും അതിലൊട്ടും മോശമൊന്നും അല്ലായിരുന്നല്ലോ. ഇനിയിപ്പം ആ വിക്രം പരോളിലിറങ്ങും. ആ പരോളിലിറങ്ങുന്ന സമയത്തെങ്കിലും ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെയൊക്കെ കൊന്നെടുക്കിയ ഭാഗ്യം. ആ കല്യാണിയും അതുപോലെ കിരണും ഒക്കെ എന്ത് സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. എടാ അവർക്കൊക്കെ സന്തോഷമുണ്ട്. പക്ഷേ നീ എൻ്റെ മോളുടെ ജീവിതത്തിലുള്ളത് കൊണ്ട് എൻ്റെ മോൾക്ക് എന്ന് നരകമല്ലേടാ അവളുടെ ജീവിതം. ദേ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അധിക കാലമൊന്നും ഇനി ഞാൻ നിങ്ങളുടെ മോളുടെ ജീവിതത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കില്ല. ഞാനേ ഒരു അമേരിക്കക്കാരി അങ്ങ് കെട്ടി ഞങ്ങളധികം താമസിക്കാതെ അമേരിക്കയിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ സരയുന് എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. എടാ നീ അങ്ങനെ അവരെ ഇട്ടിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മോള് എങ്ങനെ അത് തരണം ചെയ്യുമെന്ന് എനിക്കറിയില്ല. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട്. ശാരിയെ പോലും കൊല്ലാൻ മടിയില്ലാത്ത രീതിയിൽ സരയു ഇപ്പം ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞെന്നാ എന്നെ ശാരി വന്ന് കണ്ടപ്പം പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മനോഹർ പറയുന്നുണ്ട്, ആരെ കൊല്ലുകയോ തിന്നിയോ എന്താന്ന് വെച്ച് ചെയ്തോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ. ഞാൻ എന്തായാലും എൻ്റെ മറിയത്തെയും കൂട്ടിയിട്ട് അമേരിക്കയിലേക്ക് പോയിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കൊക്കെയുള്ള ഫലമാണ് ഇപ്പം ദാ ഇങ്ങനെ കിടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ രാവിലെ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. എല്ലാവർക്കും നല്ലൊരു ഈവനിങ് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, താങ്ക്